സ്വന്തം കണ്ണാടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. ഞാൻ എന്താണ് എന്നറിയാൻ ഒരിക്കലും നോക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫുൾ തണ്ണിയാണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? എടുത്തിട്ടിരിക്കലാണ്. ഈ ധാർഷ്ട്യം എന്ന് നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ ധാർഷ്ട്യം അല്ലാട്ടത് മറക്കരുത്. ഇപ്പം നമുക്ക് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് നമുക്ക് ഒന്നിനെക്കുറിച്ചും പറയാൻ പറ്റൂല. നമുക്ക് അറിയാത്ത ഇപ്പം എക്സ് എന്നൊരു വ്യക്തിയെ വേറൊരാൾ പറയുകയാണ്, അയാൾ അല്ലെങ്കിൽ അവൾ മോശക്കാരനാണ് അല്ലെങ്കിൽ മോശക്കാരിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിനെ കുറിച്ച് എന്തറിയാം? അറിയില്ല. അപ്പം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരാളിനെ വിമർശിക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഒന്നും അറിയാതെ, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധവുമില്ല, നമുക്ക് ഡീപ്ലി ഒരു ബന്ധവുമില്ല, അങ്ങനെ സംഭവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് മാഷിന്റെ അല്ല, ഇതെന്താ പ്രശ്നം എന്നറിയോ? മനുഷ്യരുടെ ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം, സ്വന്തം കണ്ണാടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. ഞാൻ എന്താണ് എന്നറിയാൻ ഒരിക്കലും നോക്കില്ല. പക്ഷേ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരുടെ മുഴുവനും എന്താ പറയുക, എന്തൊക്കെയുണ്ട് ചില ഗുണങ്ങളല്ല. ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ഒരിക്കലും തപ്പുന്നത് അവൻ എന്ത് ഗുണം ചെയ്തു എന്നല്ല, അവൻ എന്തൊക്കെ വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ, പ്രത്യേകിച്ച് മലയാളികളെ, ഞാനത് വളരെയധികം ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് വല്ല പ്രശ്നമുണ്ട്. അതേ സമയത്ത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായാൽ പിന്നെ അതിൻ്റെ മുകളിൽ പോസ്റ്റുകളായി, മറച്ചലായി, വർത്തമാനമായി. മാത്രവുമല്ല, ഇപ്പം നമ്മുടെ തന്നെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വിശേഷം ചോദിക്കുന്നതിലപ്പുറം അവർ ചോദിക്കുന്നുണ്ടാവുക, അതെ അയാൾ അറിഞ്ഞ സംഭവം അറിഞ്ഞില്ലേ, അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ആൾക്ക് ഇത് വേറെ ആരോ പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരിക്കലും ഇത് ഈ മനുഷ്യനെ ചിലപ്പോൾ ഒരു പക്ഷെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊരു വലിയ പ്രശ്നം. ഇപ്പം ഞാൻ ചില ആൾക്കാർ, ഇപ്പം ചില എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോൾ അവർ മദ്യപാനികളാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സിഗരറ്റാണ്. ഞാൻ ചിലവരൊക്കെ അതിശയിച്ചിട്ടുണ്ട്. അവർ ജീവിതത്തിൽ അവരുടെ നേച്ചറൊക്കെ ചിലപ്പോൾ അങ്ങനെയാവും. പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഞരടത്ത് ഹരിഗോവിന്ദനൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് പാടുന്ന പാട്ട് പാടുന്ന, പക്ഷെ അയാളുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ കണ്ടാൽ നമ്മൾ നോക്കും ഭയങ്കര എന്താ പറയുക, ആള് ശരിയല്ല. പക്ഷേ പുകവലിക്കില്ല, മദ്യപിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം നമ്മളിത് അറിയാതെയാണ് ഈ പറയുന്നത്. നമ്മളങ്ങ് നിശ്ചയിക്കും എന്തെന്ന്, അവനങ്ങനെയാണ്. അതുമാത്രവുമല്ല, ഇതൊരു 10 ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അതെ, സ്വന്തമായിട്ട് അറിയില്ല, അയാളെ കുറിച്ച് ഒന്നും അറിയില്ല, അറിയാതെയാണ് ഈ സ്പ്രെഡ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ശൈലിയുണ്ട്, ഈ സ്വന്തം മന്ത് വെള്ളത്തിലിട്ടിട്ട് മറ്റുള്ളവരെ മന്താന്ന് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറ്റങ്ങളെ, നമ്മളെ കുറവുകളെ മറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരൊക്കെ കുറ്റക്കാരാന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ, എന്നെ കണ്ടാ ഇപ്പൊ തിരിഞ്ഞു നടന്നോളെ, എന്നെ ഫേസ് ചെയ്ത് പോലുമില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ തന്നെ വിശ്വസിക്കും, അയ്യോ അങ്ങനെയാണോ? സത്യത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആ ഒരു ടോക്കിലേക്ക്. അത് ഇതാണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് അവരെങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ഇങ്ങനെ പല അനുഭവമുണ്ട്. ഞാൻ പിന്നെ എല്ലാം നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ചില ആൾക്കാരുണ്ട്, അവരുടെ പെരുമാറ്റം കണ്ടാൽ അവർ പറയും അവരുടെ ജീവിതത്തിൽ ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു, ഞാൻ കണ്ടില്ലേ എന്നെ എല്ലാവരും കൂടി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഈ വേണ്ടാത്തരം മൊത്തം ചെയ്യുന്നത് അവരാവും. അതാ രസം. എന്നിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരിതേ അത് ചെയ്തു, മറ്റുള്ളവരിത് ചെയ്തു. കാരണം ഇതൊക്കെ പറയുമ്പോഴും ഇപ്പുറത്തിട്ട് നിൽക്കുന്ന ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അല്ല, അവരിത് കാണുന്നുണ്ടല്ലോ. ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. പക്ഷേ ഒരു മറ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെപ്പോഴും ജനുവിനാവുക. അതേപോലെ തന്നെ എന്തിനാ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിക്കേണ്ട ആവശ്യം? നമുക്ക് തന്നെ നമ്മളെ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാ ഈ വെറുതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ നാക്കിനെ? അതാണ് ഇതിൻ്റെ ഒരു അപകടം. വെച്ചാൽ നിങ്ങളുടെ നാക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പാക്കനാര് ഭാര്യയും കൂടി പോണ സമയത്ത് അപ്പം എന്തോ ഒരു എന്താ പറയുക, എന്തിനെ കുറിച്ച് എനിക്ക് ആ സ്റ്റോറി പെട്ടെന്ന് ഓർമ്മയില്ല, മറ്റേ ഐതിഹ്യമാലയിലുണ്ടത്, അത് നിങ്ങൾക്കും വായിക്കാൻ പറ്റും.
ഭാര്യ ആരെയോ എന്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പരിട്ട് വയ്ക്കി എന്ന് വെച്ചാൽ നിനക്ക് അവിടെ നമ്മളൊരു നരകത്തിൽ ഒരു ഇതുണ്ടായി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫുൾ സ്റ്റോറി അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള ഒരു ഭാഗം അതിൽ പറയുന്നുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നാവിനെ, കാരണം ഒരു വശത്ത് ഈശ്വരനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വലിയ വലിയ ഇതൊക്കെ പറയും, അതേ സമയത്ത് ഈ ഈശ്വരനെ കംപ്ലീറ്റ് ഇതാക്കുന്ന അതും ചെയ്യും. ഇനി ഒരു ഇതും കൂടി പറഞ്ഞുതരാം. പ്രോഫറ്റിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ പ്രോഫറ്റ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ അനുയായികൾ കൂടി പോണ സമയത്ത് ഒരു കബറിൻ്റെ അവിടെ വെച്ച് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ഒന്നല്ല, 2 കബറുകളുടെ ഉള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് മറ്റേ കൂടെയുള്ളവർ ചോദിച്ചു, എന്താ തിരുമേനി അവിടെ എന്താണ് പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ആ 2 കബറുകളിലുള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റേ ഈ ശുചി കർമ്മം ഉണ്ടല്ലോ, മറ്റു മൂത്രമൊക്കെ ഒഴിച്ചാൽ കഴുകുക എന്നുണ്ട്, അത് ചെയ്യാറില്ല. രണ്ടാമത്തെ ആൾ പിന്നെ ആകെ ഒരൊറ്റ പണിയുള്ളൂ, വായ തുറന്നാൽ കുറ്റം മാത്രമേ പറയുള്ളൂ, നല്ലത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവരെ എനിക്ക് റെക്കമെൻഡ് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ആൾക്കാരും അവരുടെ ജീവിതത്തെ അവർ തന്നെ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തവരാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യരുത്. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ ഈ കുഴുക്കൂറ് ഉണ്ടെന്ന് പറയും, നമ്മൾ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കണേ, നമ്മുടെ കാര്യം തന്നെ നോക്കാൻ നേരില്ല. കറക്റ്റ്, നമ്മൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കറൻ്റ്ലി ഇപ്പോൾ എല്ലാവരും ഉള്ളത് നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇപ്പം കാണുക, സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. നമ്മുടെ സമയമില്ല, ഓരോരുത്തരുടെ ജോലിയുടേത് വാട്സപ്പിലൂടെ ഇപ്പം അടുത്തിരിക്കുന്നവരെയൊന്നും നമ്മൾ കാണുന്നില്ല, ദൂരെ ഇരിക്കുന്ന എവിടെയോ ഇരിക്കുന്നവരെ നമ്മൾ വാട്സപ്പിലും മറ്റുമൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മീഡിയയിൽ എപ്പോൾ നോക്കിയാലും നമ്മൾ ഫോട്ടോസും വീഡിയോസും കാണുന്നുണ്ട്. ഇതും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഒരു ബന്ധമില്ല. ഇപ്പം നമ്മൾ മോഹൻലാലിൻ്റെ സിനിമ കാണുന്ന സമയത്ത് മോഹൻലാൽ ഭയങ്കരമായിട്ട് ഇടിക്കുമ്പോൾ, മോഹൻലാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓരോ പ്രവൃത്തികളും, മോഹൻലാൽ മാത്രമല്ല മെയിൻ ആക്ടേഴ്സ്, അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അവിടേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അത് ചെയ്യുന്നത് നമ്മളായിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ കുറേ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ അടിച്ച്, നമ്മുടെ ചെറുപ്പത്തിലാണ് ഇത് ഈ ശീലം നമ്മളിലേക്ക് വരുന്നത്. ഇത് പല കാര്യങ്ങളിലും, ഇപ്പോൾ ഒരു പ്രണയരംഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള രംഗങ്ങളോട് വരുന്നുണ്ട്. ഈ ഡിജിറ്റൽ മീഡിയ ആയാലും അതല്ലെങ്കിൽ ഇപ്പോൾ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള, നമുക്കറിയാം ഏറ്റവും വലിയ ഇമാജിനേഷൻ ഇപ്പോൾ AI ആണ് ശരിക്കും, അല്ലേ? നിർമ്മിത ബുദ്ധിയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടക്കം. ഇവിടെയൊക്കെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾ, എന്താവാനാണോ നിങ്ങൾക്ക് ആഗ്രഹം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലെ സ്വപ്നങ്ങൾ, ഇതിനെയൊക്കെ നമ്മളവിടെ എന്ത് ചെയ്യാണ്, ഇതിലൂടെ നമ്മൾ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഓരോന്നിലും ഇങ്ങനെ ഇരിക്കണ സമയത്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട പലതും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവരിൽ നിങ്ങളെ തന്നെ ആരോപിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഒരു സിനിമയിൽ ഒരു ഭാഗം അഭിനയിക്കുന്നത് എത്രയോ സമയമെടുത്തിട്ട് എത്രയോ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ശരിക്കും പറയുന്നുണ്ടെന്ന് വെച്ചാൽ, ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ അതിനൊക്കെ അവരെന്താ ചെയ്യുന്നത്, ശരിക്കും ക്ലോസപ്പിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ലേഖനമുണ്ട്, ശരിക്കും അത് നല്ല രസമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു ഡയറക്ടറുടെ സംഗതിയാണ്. പക്ഷേ ഒരു നടൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു നടി വിചാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസപ്പ് ഷോട്ടുകൾ കൂട്ടുക, എന്നുവെച്ചാൽ ഇവരെ മെയിൻ ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പം എന്തായി മാറും, ഡയറക്ടറുടെ സ്ഥാനത്ത് നിന്ന് മറ്റേ നടൻ അല്ലെങ്കിൽ നടി ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് തീരും. അപ്പം അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഇവരെ ഈ ഫാൻ ആയി മാറി അല്ലെങ്കിൽ അവരെ ഉയർത്തി അല്ലെങ്കിൽ അവരൊരു ബിംബമായിട്ട് മാറുന്നത് ശരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മൊബൈലിൽ അല്ലെങ്കിൽ TV-യിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വസ്തുക്കളിരുന്ന് കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ബിംബവൽക്കരിക്കപ്പെട്ട ഒന്നിനെയാണ് നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നത്. ഇതൊരിക്കലും സത്യമല്ല ശരിക്കും. കാരണം ഒന്നാമത് സിനിമ എന്ന് പറയുന്നത് അത് ഒരു ടെക്നിക്കാണ് ശരിക്കും. പണ്ടൊക്കെ നമ്മൾ പറയാറില്ല, ഈ സിനിമ നടക്കണ സമയത്ത് ഓഡിയൻസിലിരിക്കുന്ന ആൾക്കാരെ വിചാരം അതൊക്കെ ആ തിരശ്ശീലയുടെ പിന്നിലിരുന്ന് ചെയ്യുക എന്നാണ്. എന്നിട്ട് ഇവർ പലപ്പോഴും ഭയങ്കരമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമുക്കറിയാം,
പക്ഷെ ഇങ്ങനെ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ആ നമ്മുടെ ഇല്യൂഷൻസിനെ, അതാണ് ഈ ഷാജി ചോദിച്ച ചോദ്യം, അതാണ് റിയാലിറ്റിയും ഇല്യൂഷനാണ്. അപ്പോൾ എന്തു പറ്റുന്നു എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയെ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം നമ്മൾ ജീവിക്കുന്നത് മൊത്തം ഇല്യൂഷനിലാണ്. ഈ ഇല്യൂഷൻസിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നുപോയി റിയൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടവരായിത്തീരുന്നു. അത് അപകടമാണ്. അതുപോലെ തന്നെ മാഷ് എഴുത്തിലേക്ക് എപ്പോഴാണ് തിരിഞ്ഞത്? അത് ഒരു വലിയ രസമുള്ള കഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നാട്ടിൽ നമുക്കൊരു ട്യൂട്ടോറിയലിൽ ഒരു സാറുണ്ടായിരുന്നു. ഈ സാറെന്ന് പറഞ്ഞാൽ ജോർജ് നെല്ലിശ്ശേരി മാത്സ് ടീച്ചറാണ്. അദ്ദേഹം മരിച്ചു പോയിട്ടടുത്ത്. ഞാൻ എന്നിട്ട് വലിയൊരു അനുസ്മരണം കവിതയായിട്ട് എഴുതിയിരുന്ന ഞാൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം, മറ്റു ദിവസങ്ങളിൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഏതെങ്കിലും മാസത്തിൽ ഇപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്ലാസ് ഒന്നുമില്ല, കഥ പറച്ചിലാണ്. എന്നുവെച്ചാൽ ഫസ്റ്റിൽ അദ്ദേഹം പറയാം ഡ്രാക്കുളയുടെ കഥയാണ്. അതേപോലെ ഈ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഉണ്ടല്ലോ അത് പറയും. മറ്റേ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആ ഫേമസ് ആയിട്ടുള്ള 3 മസ്കറ്റേഴ്സ്, ഇങ്ങനെ അങ്ങോട്ട് അദ്ദേഹം പിടിക്കും. ഇദ്ദേഹം ഇത് പറയുമ്പോൾ അങ്ങനെ അഭിനയമാണ് ശരിക്കും. എന്താ രസം എന്നറിയോ, നമ്മളിത് ഇങ്ങനെ അതേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു 9ലും 10ലൊക്കെ ഇങ്ങനെ ഇത് കണ്ട് രസിച്ച്, ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡ്രാക്കുളയുടെ വലിയൊരു ആരാധകനായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലാണ്. മാത്രവുമല്ല ഒരു ആശയത്തെ നിങ്ങൾ എങ്ങനെ മറ്റു കുട്ടികളിലേക്ക്, അതുകൊണ്ടതെ എല്ലാവരിലേക്ക് എത്തിക്കാം എന്നുള്ള ആ ഒരു ടെക്നിക്ക് ഞാൻ ആദ്യം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഇടയ്ക്ക് സാഹിത്യ മത്സരങ്ങൾ കൊണ്ടുപോയി. അന്ന് നമുക്ക് എഴുതാനുള്ളൊരു ചാൻസ് കിട്ടും. അങ്ങനെ എഴുതാൻ ചെറുതായിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ അന്നത്തെ അങ്കണം ഒരു ഗ്രൂപ്പുണ്ട്, ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു സംഘടന പോലെ സാംസ്കാരിക. അപ്പോൾ അവരൊരു കഥാമത്സരം നടത്തുകയാണ്. അപ്പോൾ കഥാമത്സരം നടത്തിയ സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും. അപ്പോൾ എന്തെഴുതുന്നു ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി ഉണ്ട്. ഇവർ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. വളരെ ദൂരത്തുനിന്ന് ഒരു നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ടുവരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നൊരു പാവം പിടിച്ചൊരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഇതാണ്. ഇവനാണെങ്കിൽ ഒരു പ്രസ് മറ്റതൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫുൾ തണ്ണിയാണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, എടുത്തിട്ടിരിക്കലാണ്. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടി സഹിക്ക വയ്യാണ്ടായപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു ഒരെണ്ണം. ഇത് നമ്മളിപ്പോഴും ഈ ഇതിനെ കുറിച്ച് പറയല്ലോ, ഇപ്പോൾ പാമ്പ് നമ്മളെ കടിച്ചാൽ അതൊരു വാർത്തയാവില്ല, നമ്മൾ പാമ്പിനെ കടിക്കുമ്പോഴാണ് വാർത്ത. അങ്ങനെയാണ് വാർത്തയുടെ ജേർണലിസത്തിന്റെ ബേസിക് കൺസെപ്റ്റാണ്. അത് പാമ്പല്ല, നായയാണ്. വെച്ചാൽ മറ്റേ എം കെ മനോന്റെ സ്വലേ എന്നുള്ള പുസ്തകത്തിൽ അത് അസല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രചോദനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ സഹിക്കുന്നതിനൊരു കണക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, റിയാക്ട്. പിന്നെ അവൻ ശരിയായിട്ട് അതാ രസം വെച്ചാൽ മദ്യപാനൊന്നും നിർത്തിയിട്ടില്ല, പക്ഷെ പിന്നെ പേടിയാണ് അവന് തല്ലാനും പിടിക്കാനും. ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് അന്ന് ആദ്യമായിട്ടൊരു ചെറുകഥ എഴുതുകയാണ്. അന്ന് എന്തോ ഭാഗ്യത്തിന് ആ ചെറുകഥയ്ക്ക് എനിക്ക് 2ാം സമ്മാനം കിട്ടുന്നു. ഫസ്റ്റ് കിട്ടിയില്ല, 2ാം സമ്മാനം. അപ്പോൾ അത് പത്രത്തിലൊക്കെ വരുന്നു, ന്യൂസൊക്കെ വരുന്നു, അത് വലിയൊരു സന്തോഷമായി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ പിന്നീട് നമ്മുടെ ഈ SM കോളേജിലൊക്കെ ഈ ക്യാമ്പുകൾ ഉണ്ടാവും ശരിക്കും. മറ്റേ ഈ അന്നൊക്കെ ഈ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭയങ്കര പ്രോഗ്രാംസാണ്. നല്ല എന്തോ രസം എന്നറിയാം അന്ന് ശരിക്കും. അന്നത്തെ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ശരിക്കും കോച്ചിങ് ആണ്. വളരെ ഇപ്പോൾ ചാത്തുണ്ണി മാഷെ പോലുള്ളവർ, MN കുറുപ്പിനെ പോലുള്ളവർ, അതേപോലെ നമ്മുടെ മുല്ലനേഴിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇവർ വരും. അതേപോലത്തെ ഇപ്പോൾ സച്ചിദാനന്ദ, അങ്ങനത്തെ കുറേ ആൾക്കാരൊന്ന് വന്നിട്ട് നമുക്ക് ക്യാമ്പ് പോലെ നടത്തും. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കവിത എഴുതേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ പരീക്ഷിച്ചപ്പോഴാണ് കഥ വഴങ്ങുന്നതിനേക്കാൾ ഈസി ആയിട്ട് എനിക്ക് കവിത വഴങ്ങുന്നു എന്നുള്ളൊരിത് കിട്ടിയത്. അതുമാത്രവുമല്ല ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വായനയുടെ ഒരു എന്താ ഞാൻ പറയുക, കുത്തൊഴുക്കിലേക്ക് ശരിക്കും കടന്നു ചെല്ലുന്നതും. കാരണം ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം വായിച്ചു തുടങ്ങി അത് തീർന്നില്ലെങ്കിൽ അന്ന് എനിക്ക് വയറുവേദനയാണ്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര വയറുവേദന അഭിനയിക്കും ഞാൻ, വേറെ ഒന്നിനല്ല. ആ പുസ്തകം എങ്ങനെയെങ്കിലും തീർക്കണം. ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിൽ കിട്ടാവുന്നത് മൊത്തം ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നൊരു രീതി വന്നു തുടങ്ങി. അപ്പോൾ ഈ NBS ഒക്കെ അന്ന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞാൽ പുസ്തകം ഉണ്ടല്ലോ അവർ 50%, 60% തന്നെ വിൽക്കും. എന്ന് വെച്ചാൽ ഇപ്പം അന്ന് പുസ്തകത്തിന് താരതമ്യേന വില കുറവാണ് കേട്ടോ. 10 രൂപയുടെയൊക്കെ ഒരു പുസ്തകം സാധാരണ 4 രൂപയോ 3 രൂപയോ കൊടുത്താൽ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പാലക്കാട് NBSൻ്റെ ബ്രാഞ്ചിലെ പോവുക. എന്താ കാര്യം വെച്ചാൽ അവിടെ പുസ്തകം അധികം ചിലവാകുന്നില്ല, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടാവും. തൃശ്ശൂരൊന്നും അത്ര സ്റ്റോക്ക് ഉണ്ടാവില്ല, പക്ഷെ പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു ചാക്കും കൊണ്ടാവും. ഭയങ്കര രസമാണത്. അന്ന് അവിടെ നിന്ന് കിട്ടാവുന്നത്ര പുസ്തകങ്ങൾ, കാര്യം 1 രൂപ, എൻ്റെ അടുത്ത് അത്ര വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. എനിക്കുള്ളൊരു പ്രശ്നം അതായിരുന്നു, ഒരു 5 രൂപ കിട്ടിയാൽ 10 രൂപ കിട്ടിയാൽ അപ്പം അതെന്ത് ചെയ്യും, പുസ്തകം വാങ്ങാം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ് ശരിക്കും. ആ രീതിയിലാണ് എന്താ പറയുക പുസ്തകങ്ങളോടുള്ള ശരിക്കും. ഇതേപോലെ തന്നെയായിരുന്നു മൂർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പുസ്തകങ്ങളെ പ്രണയിച്ചു. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഞാൻ ചിലപ്പോൾ ഈ കവിതയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നല്ല കവിത അല്ലെങ്കിൽ കവിത നിങ്ങൾക്ക് ഇത് വരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, വൈലോപ്പിള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കവിത ഒരിക്കലും സപത്നിമാരെ അനുവദിക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യ ആരായിരിക്കണം, കവിതയായിരിക്കണം. രണ്ടാമത്തെ ഭാര്യ മാത്രമാണ് ശരിക്കും ഭാര്യ, അതാണ് സപത്നി. നമുക്കറിയാം വൈലോപ്പിള്ളിയുടെ ജീവിതത്തിലും സംഭവിച്ചത് അതാണ്. കാരണം അവർ ഒരുമിച്ചല്ല വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്നത്. അദ്ദേഹം തൃശ്ശൂർ താമസിക്കുന്നു, അവർ ഇരിഞ്ഞാലക്കുടയും ഒക്കെ ആയിട്ട് അവർ DO ഓഫീസിൽ ഇതായിരുന്നു ശരിക്കും. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. പുസ്തകങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പുസ്തകങ്ങൾ നിങ്ങളെ വിടില്ല. ഏത് കാലത്തും എപ്പോഴും നിങ്ങൾക്കത്, ഞാൻ ഈ ഡ്രാക്കുളയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതെന്ന് അറിയും. ഇതേപോലെ തന്നെ ക്ലാസിക്കുകളായിരുന്നു ദോസ്റ്റോയെവ്സ്കിയുടെ കൃതികളൊക്കെ. ഈ മറ്റേ ഇഡിയറ്റ് എന്നുള്ളൊരു പുസ്തകം മാത്രം ഞാൻ ചുരുങ്ങിയത് ചിലപ്പോൾ ഒരു 6-7 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കധികം നിങ്ങളെ അത് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ഇപ്പോൾ ഇന്നൊക്കെ ചിലപ്പോൾ ഇന്ന് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എബ്രിഡ്ജ് കോപ്പീസ് വരികയാണ്. പറ്റിക്കലാണ്. അതല്ല വായിക്കേണ്ടത്. ഇതേപോലെ എത്രയെത്ര ജീൻ ക്രിസ്റ്റഫ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. കാരണം വൈക്കം മുഹമ്മദ് ബഷീർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന പുസ്തകമാണ് ജീൻ ക്രിസ്റ്റഫ്. നമ്മുടെ ബിതോവൻ്റെ കഥയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലുണ്ടാക്കുന്ന കർണൻ അറിയാൻ പറ്റും. ചിലപ്പോൾ ശിവജി സാവന്തിൻ്റെ കർണൻ. ഇനി അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് ഒരിക്കലും ഇറങ്ങാത്ത ആൾക്കാരാണ് ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അത് അവിടെ തന്നെ കൂട്ടിയിരിക്കും. ഇതേപോലെ തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് വായന വരുമ്പോൾ ഒരു ബോറടി വരും, പ്രശ്നമൊക്കെ വരുമ്പോൾ ഉടൻ ഞാൻ ഷെർലക് ഹോംസ് എടുക്കും. കാരണം അത് DC കളക്ഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് ഒരു കഥ, കാരണം 55ഓളം 52 53 കഥകളും ഉണ്ട്, 5 നോവലും ഉണ്ട്. ഇത് ഒരുമിച്ചൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ചെടുപ്പുണ്ടല്ലോ, ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെ വരും. കുറേ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ തിരിച്ചു കിട്ടും. അങ്ങനെയാണ് ഞാൻ ആ വായന ഇങ്ങനെ നിലനിർത്തിയിരുന്നത്. ഇന്ന് എനിക്ക് അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ ഒരു, നമ്മൾ പറയില്ല, OV വിജയൻ ഒരിക്കൽ പറയുന്നുണ്ട്, എന്താണ് ആ നോവലിൻ്റെ പേര്, ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ ധാർഷ്ട്യം എനിക്കില്ലയാണ്. ഈ ധാർഷ്ട്യം എന്ന് നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ ധാർഷ്ട്യം അല്ലാട്ടത് മറക്കരുത്. ഒന്നിനോടുള്ള കടുത്ത നമ്മൾ പ്രണയം, ഷാജി പറഞ്ഞു, അതേപോലെ തന്നെ തീവ്രമായ അഭിനിവേശമാണ് ശരിക്കും ധാർഷ്ട്യം എന്ന് OV വിജയൻ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും അതിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യും, കുറേ കഴിയുമ്പോൾ നമുക്ക് അത് മാത്രവുമല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലാസിക്കുകളാണ്. ഞാൻ എപ്പോഴും വായിക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പോൾ ബഷീറിൻ്റെ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വായിക്കാം, മാധവിക്കുട്ടിയുടെ ഇഷ്ടം പോലെ നമുക്ക് വായിക്കാൻ പറ്റും. പഴയ സാഹിത്യങ്ങൾ, കുമാരനാശാൻ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കവി എന്ന് പറയുന്നത് ഒന്ന് കുമാരനാശാനും അപ്പുറത്ത് വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും ആണ് ശരിക്കും. കാരണം ഇവരെയൊക്കെ ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾ വേറൊരു തലത്തിലേക്ക് നിങ്ങളെത്തും. ഇത് ഇന്നത്തെ പുസ്തകങ്ങൾക്ക് പലപ്പോഴും ഇല്ല. ഇന്ന് ഉപരിപ്ലവമാണ് പലപ്പോഴും. ഈ ഉപരിപ്ലവത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലവർ ഒന്നാമത് ദുർഗ്രഹമായ ഭാഷയാണ് പലപ്പോഴും. കാരണം എഴുത്തുകാരുടെയൊക്കെ പലരുടെയും വിചാരതാണ്, ഒരാൾക്ക് വായിച്ചു മനസ്സിലായില്ലെങ്കിൽ അത് എന്തോ സാധനമാണ്, ലളിതമാക്കരുതെന്നാണ്. അങ്ങനെയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഏറ്റവും മോശമാണ്. കാരണം എന്താ, ഏറ്റവും ലളിതമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ്. അതാണ് ചാർലി ചാപ്ലിൻ ഏറ്റവും ലളിതമായിട്ട് സിനിമ പറഞ്ഞിട്ടുള്ള ആളാണ്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ. അപ്പോൾ ഈ ദുർഗ്രഹം എന്നുള്ളത് അതൊരു ചീത്ത സങ്കല്പമാണ് ശരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരാളോടൊരു കാര്യം പറയും, ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ഷാജിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ കാര്യം?
ഒരു കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കണം. സാഹിത്യത്തിൽ എപ്പോഴും ഇപ്പോൾ സംസ്കൃത സാഹിത്യത്തിലൊക്കെ അവർ പണ്ട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ഉള്ളിൽ ഉണ്ടായൊരു വസ്തു വായനക്കാരൻ്റെ ഉള്ളിൽ അത് പുനർജനിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ ഈ എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ. കാരണം നമ്മുടെ എനിക്കാണ് പെരുമ്പടവം ശ്രീധരൻ പറയുന്നുണ്ട് ശരിക്കും, മറ്റാ ഈ ഒരു സങ്കീർത്തനം പോലെ എഴുതുന്ന സമയത്ത് റഷ്യയിലൊക്കെ പോയ സമയത്ത് ആ സ്ട്രീറ്റുകളിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് കാണാൻ പറ്റും. എനിക്ക് അതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ലണ്ടനിൽ ഇതേപോലെ ഹൈഡ് പാർക്കിലൂടെ പോണ സമയത്ത് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ടി.എസ്. എലിയറ്റ് അതിലേ നടക്കുന്ന രംഗങ്ങളാണ് ശരിക്കും. കാരണം ടി.എസ്. എലിയറ്റ് ആ പാർക്കിൽ വെച്ചിട്ടാണ് അവിടുന്ന് ഉള്ള ആ ഒരു അന്തരീക്ഷമാണ് വേസ്റ്റ് ലാൻഡ് പോലുള്ള ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചങ്ങമ്പുഴയുടെ ഒരു കവിത നമ്മൾ വായിക്കുന്ന സമയത്ത് ആ കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. നമ്മളതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിനി എന്നുള്ളൊരു കവിത നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എറണാകുളത്ത് അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിക്കാൻ കൊണ്ട് ഉള്ളൊരു സ്ഥലം, അവിടെ വെച്ച അവിടുത്തെ ആ ഡോക്ടറുടെ ഭാര്യയുമായിട്ട് ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്ന സ്നേഹം, ഇതൊക്കെ എം കെ സാനു അസലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കണം ശരിക്കും, കാരണം അറിയേണ്ടതാണത്. അതേപോലെ തന്നെയാണ് ഈ മറ്റേ ദോസ്റ്റോയെവ്സ്കിയുടെ കാര്യം വരുമ്പോഴൊക്കെ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് കെ സുരേന്ദ്രൻ്റെ ദോസ്റ്റോയെവ്സ്കിയുടെ കഥയാണ്. ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഓരോ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോഴും ആ അന്തരീക്ഷത്തിലൂടെയൊക്കെ മുഴുവൻ, കാരണം ദോസ്റ്റോയെവ്സ്കിയുടെ ഫസ്റ്റ് പുസ്തകം പുവർ ഫോക്ക് എന്നുള്ളൊരു പുസ്തകം വേറെ ഒന്നുമല്ല, ഒരു സ്ട്രീറ്റിലൂടെ ഒരു സാധാരണ ക്ലർക്കാണ്. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വീട്ടിലിങ്ങനെ ഒരു വിളക്ക് കത്തിച്ചൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ ഫസ്റ്റ് പുസ്തകം വേറെ ഒന്നുമല്ല, ഇയാൾ അയാൾക്ക് കത്തെഴുതുന്നു, ആ സ്ത്രീക്ക്, ആ സ്ത്രീ ഇയാൾക്ക് കത്തെഴുതുന്നു. വെറും കത്തുകളാണ് എന്ന് പറഞ്ഞാൽ അത് സങ്കല്പമാണ് ശരിക്കത്. ഇത് രസമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എഴുത്തിൻ്റെ വലിയൊരു ലോകത്തിലേക്ക് പോകാൻ വായനയ്ക്ക് കഴിയണം. പക്ഷേ ഇന്ന് എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യവുമില്ല. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അത് മനസ്സിലായില്ല അല്ലെങ്കിൽ അത് ഭയങ്കര അതാണ്, ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇതൊന്നുമല്ല, മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക്, വ്യക്തികളിലേക്ക്. വിക്ടർ ഹ്യൂഗോ പറയുന്നുണ്ട്, എൻ്റെ ഈ പാവങ്ങൾ എന്നുള്ള നോവലുണ്ടല്ലോ, ഇത് എവിടെയൊക്കെ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, അധ്വാനിക്കുന്നുണ്ടോ അവരുടെയൊക്കെ വീടുകളിൽ പോയി ഈ പുസ്തകം മുട്ടും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം മനുഷ്യജീവിതവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഇന്ന് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ചെന്ന്, അതും ഏറ്റവും വലിയ അപകടം പിടിച്ച പ്രശ്നം ഈ രാഷ്ട്രീയം എന്നുള്ള വിഷയത്തെടുക്കും, മതം എന്നുള്ള വിഷയത്തെടുക്കും. മനുഷ്യനില്ല അവിടെ, ഇവിടെ ഒന്നും മനുഷ്യർ വരുന്നില്ല. അപ്പോൾ മനുഷ്യരിലേക്ക് ഇറങ്ങാൻ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഷാർജ ബുക്ക് ഫെയർ നിങ്ങൾക്കും പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും യുവതലമുറ വളരെയധികം അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും സങ്കടം തോന്നിയിട്ട്, ഇപ്പോൾ എം ടിയുടെയൊക്കെ ഒരു കഥ അല്ലെങ്കിൽ അതൊക്കെ എടുക്കുന്ന സമയത്ത് എം ടി ആരാന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ കുട്ടികൾക്ക് അറിയണം, ഈ കേശവദേവ് ആരാന്ന് അവർക്കറിയില്ല. അല്ല, ഇന്നത്തെ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ ഒരു സംഭവമാണല്ലോ. കുട്ടികളെടുത്ത് ചെന്നിട്ട് യേശുദാസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അവർക്കറിയില്ല. വേടൻ അറിയാം. ഇത് ആ ഒരു ജനറേഷൻ്റെ ഒരു ഇതാണ്. കാരണം അവർ അല്ല, അത് ഇപ്പം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന അദ്ദേഹം നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്, നന്നായിട്ട് ആലപിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വേടൻ്റേതായിട്ടുള്ള പരിപാടി വരുന്നത് ഏകദേശം 20 മിനിറ്റാണ്. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു 3-4 സ്റ്റെപ്പുകളുണ്ട് ശരിക്കും. ചില കവിത എന്നാണ് പറയുന്നത്, പാട്ട് എന്നാണ് പറയുന്നത്, എനിക്കറിഞ്ഞോളൂ കേട്ടോ, ഞാൻ ആരും കുറ്റം പറയാൻ വേണ്ടി പറയല്ല. പക്ഷേ ഇതുണ്ടാക്കുന്നത് ഗദ്യം ഇങ്ങനെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിച്ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ, അതാണ് ഒരു സ്റ്റൈലാണത്. ഈ സ്റ്റൈലിൽ ഇങ്ങനെ അതും അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗംഭീരമായ ഒരുതരം എന്താ പറയുക ശബ്ദത്തിൻ്റെ ഒരു ഈ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, മുഴങ്ങാണ് കിടന്നിട്ട്. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, ഈ ശബ്ദത്തിലേക്ക് വളരെയധികം നിങ്ങളെ അങ്ങോട്ട് പിടിച്ച് മുക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് മുഴുവൻ ഇങ്ങനത്തെ കുറേ സംഗതികളാണ്. ഇത് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഞാൻ പഴഞ്ചനായത് കൊണ്ടാവാം, അല്ലാതെ എനിക്ക് വേറെ ഒന്നും അല്ല. ഇതിൽ പറയുകയാണെങ്കിൽ തന്ത വൈബ് എന്നൊക്കെ പറയുന്ന ഞാനിത് കേട്ടിരുന്നിട്ട്. പക്ഷേ വേടൻ വന്ന സമയത്ത് അത് കംപ്ലീറ്റ് അത് മാറി. കാരണം എന്താ വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ
ഇപ്പോൾ ഈ തമിഴ് സംസ്കാരവുമായിട്ട് മദ്രാസുമായിട്ടൊക്കെ എനിക്ക് വളരെ ബന്ധമുള്ളത് കൊണ്ടാവാം ആ ഒരു ദളിത് ഒരു 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 നമ്മളെന്താ പറയുക പകർച്ചയുണ്ടല്ലോ ശരിക്കും, അത് വളരെ ഗംഭീരമാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ആദ്യം കുറേ ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളെ ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞ അഡിക്ഷൻ ഉണ്ടല്ലോ ശരിക്കും, അതിലേക്കാണ് കൊണ്ടുപോവുക. അത് അപകടമാണ് ശരിക്കും. വെച്ചാൽ ഇതുണ്ടാക്കിയെടുക്കുന്നത് ഭാഷയെ തന്നെ എന്ത് ചെയ്യാണ്, മോശമായ വാക്കുകളടക്കം അവർക്ക് ഒരു മടിയില്ല. അതിൽ ഒരാളൊക്കെ വളരെ എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല ചില വാക്കുകൾ, ഇതൊക്കെ അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ പറയും ഇന്ന് അതല്ലേ, ഇന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഒന്നുമല്ല. ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ ഒരു സ്വഭാവത്തെ നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഭാഷ നഷ്ടപ്പെടും, മലയാളം തന്നെ നമുക്കില്ലാണ്ടാവും. ഇതൊരു വലിയ നഷ്ടമാണ് ശരിക്കും. അപ്പം അത് വളരെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം വേടൻ്റെ കാര്യത്തിൽ എനിക്കത് തോന്നിയിട്ടില്ല. കാരണം അത് പറയുന്ന വരികളുണ്ടല്ലോ ശരിക്കും, ആ വരികളെന്ന് പറയുന്നത് ശരിക്കും അനുഭവത്തിൻ്റെ നമ്മളൊരു ഉള്ളിൽ നിന്ന് തീച്ചുളയുന്നുണ്ടായിട്ടുള്ള വാക്കുകളാണ്, ഒരു സംശയമില്ല. കാരണം അദ്ദേഹം ബേസിക്കലി ജാഫ്നയിലെ തോന്നുന്നു മറ്റേ തമിഴ് ഇതിൽ നിന്നാണ്, പിന്നെ കേരളത്തിലെ ഒരു ഇതുണ്ട് മലയാളി. അപ്പം ആ ഒരു ബന്ധത്തിൽ നിന്ന് തമിഴ് സംസ്കാരത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ആഴത്തിലുള്ള കണക്ഷൻ അവിടെ ഉണ്ട് ശരിക്കും. അതിൻ്റെ ഒരു മെച്ചം ആ വരികൾക്കുണ്ട് ശരിക്കും. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഈ ഇങ്ങനത്തെ മോഡേൺ ആയിട്ടുള്ള കവിതകളെന്ന് പറഞ്ഞ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന പലതും, ഞാൻ സാധാരണ ബുക്കുകളിൽ വരുന്ന കവിതയല്ല പറഞ്ഞില്ല, ഇങ്ങനെ ഈ സ്റ്റേജ് പ്രസൻസിലൂടെ ചെയ്യുന്ന ആ ഒരു ഇത് എന്തോ എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ കുറവായിരിക്കാം.